നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലൊക്കെ കടല ബർഫിയും തേങ്ങ ബർഫിയും മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര വൃത്തിഹീനമായിട്ടാണ് ചെയ്ത് കണ്ടിരിക്കുന്നത്. തരത്തിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മക്കളൊക്കെ കഴിക്കുന്ന ഒരു സാധനങ്ങളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, മിനറൽ വാട്ടറിലാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ കള്ളം പറയല്ല. ഇന്നൊരു സംരംഭമാണ് പരിചയപ്പെടുത്താൻ പോണത്. തേങ്ങ മുട്ടായി, തേങ്ങ ലഡു, പഞ്ചസാര ബർഫി, ഇതൊക്കെ നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ കഴിച്ചിട്ടുണ്ടായിരുന്ന ഐറ്റംസ് ആണ്. അത് ഇവിടെ ലൈവായി ഉണ്ടാക്കുന്ന കുറച്ച് സ്ത്രീകളൊക്കെ ചേർന്ന് നടത്തുന്ന ചെറിയൊരു സംരംഭം. ഇത് നമ്മൾ തന്നെ കഴിക്കുന്ന സാധനമാണ്. ഞാൻ തന്നെ ദിവസം കഴിക്കും. നമ്മുടെ വീക്ക്നെസ്സാണ് സ്വീറ്റ്. പിന്നെ നല്ലത് കൊടുത്ത് നല്ല രീതിയിൽ ചെയ്യാന്നുള്ളതിൽ കൊടുക്കണം. തേങ്ങ നമ്മൾ പൗഡറൊന്നും ഉപയോഗിക്കില്ല, ഫ്രഷ് തേങ്ങ തന്നെ മേടിച്ച് ഉപയോഗിക്കുന്ന. വെല്ലമൊക്കെ നിങ്ങൾ കണ്ടല്ലോ, നല്ല വെല്ലം. നമ്മൾ കഴിക്കുന്ന സാധനം നമ്മളെങ്ങനെ ഉണ്ടാക്കി കഴിക്കുമോ അതുപോലെ ഉണ്ടാക്കി കൊടുക്കണം. 8 പേര് ജോലി ചെയ്യുന്നുണ്ട്, 8 സ്ത്രീകളാണ്. അവർ തന്നെയാണ് ഉണ്ടാക്കുന്നതല്ലാതെ. തേങ്ങ ബർഫി, തേങ്ങ ലഡു, പഞ്ചസാര ബർഫി, ഇത് 3 ഉണ്ടാക്കുന്നത്. നമ്മളിതൊരു തൊഴിൽ പോലെയല്ല, ഇതൊരു കുടുംബമായിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരും ഇവിടെ ഇരുന്ന് വന്ന് സന്തോഷത്തോടെ ജോലി ചെയ്ത് സന്തോഷത്തോടെ കൂലിയും വരും, സന്തോഷത്തോടെ ചായയെല്ലാം കുടിച്ച് കഥയെല്ലാം പറഞ്ഞ് ജോലി അങ്ങനെ പോകും. ഇതിനായിട്ട് തനി കുറേ കസ്റ്റമറുണ്ട്. നമുക്കതൊരു സന്തോഷം തന്നെയാണ്. മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അവരറിയിക്കും, നന്നായിട്ടുണ്ടെങ്കിലും അറിയിക്കും. ചിലപ്പോൾ തേങ്ങ ഫ്രഷ് തേങ്ങ ഇതിൻ്റെ നാരെല്ലാം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം കണ്ടിട്ടൊക്കെ ഒരാൾക്കാർ വിളിക്കും, നാര് കാണുന്നുണ്ട്, അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വിളിക്കും. അപ്പോൾ അത്രയും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശർക്കര മാർക്കറ്റിൽ പോയി കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ഉരുക്കിയ ശേഷം നാളികേരം അതിലേക്ക് ഇടുന്നത്. നാളികേരമായിട്ട് 20 മിനിറ്റാണ് അതിൻ്റെ സമയം. 20 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്ത ശേഷം അത് ഇറക്കിയിട്ട് അതിന് വേണ്ടുന്ന ഒരു പാവത്തിനുള്ള ഈന്തപ്പഴം എടുത്ത് നന്നായി ചെയ്ത ശേഷം തട്ടിലേക്ക് ഒഴിച്ചു. തട്ടിലേക്ക് ഒഴിച്ചിട്ട് ഈ ഒരു 10 മിനിറ്റ് കഷ്ടിച്ചാവണ്ട, അപ്പം എന്നിട്ട് കട്ട് ചെയ്തിട്ട് അത് ബോട്ടിലേക്ക് ആക്കുന്നുണ്ട്. അതേ തന്നെയാണ് സാധനങ്ങൾ, പക്ഷെ അത് ലഡുവായിട്ട് ഉരുട്ടിയിട്ട് കുഞ്ഞതായിട്ട് ബോട്ടിലായിട്ട് ഒരു 30 പീസ് വെച്ച് കൊടുക്കുന്നു. തട്ടൊക്കെ കൊണ്ടുവന്ന് കവറൊക്കെ നല്ല വൃത്തിയായി വിരിച്ച ശേഷം തട്ട് വെക്കാറുള്ളൂ. ബോട്ടിലേക്ക് ആക്കുമ്പോഴും കവറ് കയ്യിലൊക്കെ ഗ്ലൗസ് ധരിച്ചിട്ടേ ആക്കാറുള്ളൂ. ലഡു ചെയ്യുമ്പോഴും ക്യാപ്പ് നിർബന്ധമാണ്. ഞങ്ങൾക്ക് എപ്പോഴും ക്യാപ്പ് ഇടണം. ക്യാപ്പ് ഇടുന്ന ഓണർ നല്ല ചീത്ത പറയാറുണ്ട്. ചുറ്റിലുള്ള അമ്മമാരും ചേച്ചിമാരും പറയും, ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും, വൃത്തിയിൽ ചെയ്യണം, നമ്മുടെ മക്കൾ കഴിക്കുന്നതാണെന്ന് പ്രത്യേകം പറയാറുണ്ട്. നമ്മൾ പുറത്തുനിന്ന് മാത്രം വാങ്ങിക്കുന്നു കഴിക്കണം എന്നുള്ളതല്ലല്ലോ, നമ്മുടെ സാധനങ്ങൾ അതുപോലെ അവർ വാങ്ങിച്ച് കഴിക്കണതല്ലേ. അപ്പോൾ വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. പെർഫെക്റ്റാണ്. തുടക്കം മുതൽ അവസാനം വരെയുള്ള ഞങ്ങളുടെ പാക്കിങ് ജനങ്ങളിൽ എത്തിക്കുന്നത് വരെ, കസ്റ്റമറിൽ അത് എത്തുന്നത് വരെ പെർഫെക്റ്റായിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ തന്നെയാണ് കൊടുക്കുകയുള്ളൂ. സത്യത്തിൽ ഞാൻ ഈ കുത്താമ്പുള്ളി പറഞ്ഞ സ്ഥലത്ത് ഒരു വീഡിയോ ഷൂട്ടിന് പോയപ്പോൾ ഒരു കടയിൽ കയറിയപ്പോഴാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്. പീസ് എടുത്തിട്ട് കഴിച്ചു നോക്കി ഈ തേങ്ങ ലഡു. എനിക്ക് വളരെയധികം ഇഷ്ടമായി. അപ്പോൾ ഇതിൽ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ഞാനത് കണ്ട് നേരെ കണ്ണേട്ടൻ എന്ന് പറഞ്ഞ ആളിനെ വിളിച്ചു. സംഭവം ഇവിടുന്ന് വന്ന് കഴിച്ചപ്പോൾ അവിടുന്ന് കഴിച്ചപ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ് നമുക്കിതിന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വേണ്ടവർ നിങ്ങൾക്ക് കണ്ണേട്ടൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിമാരെ എല്ലാവരും അതിലേക്ക് നോക്കിയിട്ട് ഒരു തമ്പ് കൊടുക്കി. ഓക്കെ.